ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നലെയായിരുന്നു ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് രണ്ടാമത്തെ T20. ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് ജയിച്ചു. ഒരു ഓവർ ബാക്കി നിൽക്കുക 4 വിക്കറ്റിന് ജയിച്ചു. നല്ല ഭേദപ്പെട്ട സ്കോറായിരുന്നു. നമ്മൾ ടോസ് കിട്ടി ബാറ്റിംഗ് ചൂസ് ചെയ്തു. നല്ല ഭേദപ്പെട്ട സ്കോറായിരുന്നു. 190 റണ്ണ് സ്കോർ. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 10 മുതൽ 15 റണ്ണ് വരെയും കൂടി അധികം വേണമായിരുന്നു. നമ്മൾ കിട്ടി സ്റ്റാർട്ട് വെച്ച് നോക്കുമ്പോൾ 10 മുതൽ 15 റണ്ണും കൂടി അധികം വേണമായിരുന്നു. പക്ഷേ മിഡിൽ ഓവറിൽ കുറച്ച് സ്ലോ ആയി. ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സ് കുറച്ച് സ്ലോ ആയിരുന്നു. അത് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പം ഒരു 10-15 റണ്ണും കൂടി വരുമായിരുന്നു. പക്ഷേ ഇല്ല, സിറ്റുവേഷൻ പ്രകാരം കളിച്ചു. പക്ഷേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. ക്വിക്ക് സ്കോർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇഷാൻ കിഷൻ ഔട്ടായത്. 49 റണ്ണാണ് ഇഷാൻ കിഷൻ ഔട്ടായത്. അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ 17ാമത്തെ ഓവറാണ് നമ്മളെ കയ്യിൽ നിന്ന് കളി പോയത്. 17ാമത്തെ ഓവർ വരെ എന്തോ സംഭവിക്കാൻ നമ്മൾ ജയിക്കാമെന്നുള്ള അവസ്ഥയായിരുന്നു. 17ാമത്തെ ഓവറിൽ രവി ബിഷ്ണോയുടെ ഓവറിൽ 29 റണ്ണാണ് പോയത്. 29 റണ്ണാണ് അടിച്ചത്. ആ ഓവറിൽ 2 നോ ബോൾ ഉണ്ട്. 2 നോ ബോൾ ഉള്ളത് ബാക്ക് ഫുട്ട് നോ ബോളാണ്, ഫ്രണ്ട് ഫുട്ട് നോ ബോളല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഓവർ ഈ രവി വിഷ്ണു എറിയുന്നതിന് പകരം ശിവൻ ഡൂബേനെ കൊണ്ട് എറിയിപ്പിക്കായിരുന്നു. കാരണം അതിന് മുമ്പ് വരുന്ന 3 ഓവറും രവി വിഷ്ണുവെ അത്ര ബെറ്റർ ആയിട്ടല്ല ബോളറിനത്. അത് ശ്രേയസ് അയ്യറിന് ഇവന് കൊടുക്കായിരുന്നു, ശിവൻ ഡൂബേക്ക് കൊടുക്കായിരുന്നു. ശിവൻ ഡൂബെ നല്ലൊരു ബോളർ, മച്ച് ബെറ്റർ ഓൾറൗണ്ടറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോളർ ചെയ്യുന്ന ഒരു പ്ലെയറുമാണ്. പണ്ട് കാര്യമില്ല, സിറ്റുവേഷൻ പ്രകാരം ക്യാപ്റ്റൻ്റെ തീരുമാനമാണ്, ക്യാപ്റ്റൻ കൊടുത്തതാവാം. അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, സഞ്ജു സാംസനെ ഡ്രോപ്പ് ചെയ്തു. ആസ് യൂഷ്വൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സഞ്ജു സാംസനെ ഡ്രോപ്പ് ചെയ്തിട്ട് വൈഭവ് സൂര്യവംശിൻ്റെ ഡെബ്യൂ ഇന്ന് 2 6 ഒക്കെ അടിച്ച് 14 റണ്ണിന് ഔട്ടായി. പക്ഷേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 കളി കൊടുത്താൽ മാത്രമേ എന്താ അവസ്ഥ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. സഞ്ജു സാംസൺ ഈ ചാൻസ് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഇനി ചാൻസ് കിട്ടിയാൽ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ പ്ലെയേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സഞ്ജു സാംസൺ മാത്രം ടാർഗറ്റ് ചെയ്ത് സഞ്ജു സാംസൺ മാത്രം പുറത്താക്കി? വേൾഡ് കപ്പ് സഞ്ജു സാംസൺ കളിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് നിലവിൽ സഞ്ജു സാംസൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് ആ വേൾഡ് കപ്പ് കിട്ടിയത്. ആ വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ പലരും കളിച്ചിട്ടില്ലായില്ല, പിന്നെ വരുന്ന കളിയിലാണ് കളിച്ചത്. ഏറ്റവും പ്രഷർ മൊത്തം സഞ്ജു സാംസൺ ആയിരുന്നു പ്രഷർ മൊത്തം. അതേപോലെ തന്നെ സഞ്ജു സാംസൺ മാത്രമല്ല, വേറെ പലരും ഈ കഴിഞ്ഞ 3 കളികളിൽ കളിച്ചിട്ടില്ല. അവർ പുറത്താക്കുന്നതിന് പകരം എന്തുകൊണ്ട് സഞ്ജു സാംസണെ മാത്രം പുറത്താക്കി? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സഞ്ജു സാംസണിനെ എല്ലാവരും വല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പുറമേ നമ്മൾ പല കമൻറ്റേറ്റേഴ്സും ഒക്കെ പറയുന്നുണ്ട് സഞ്ജു സാംസണെ പുറത്താക്കി തീരെ ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സഞ്ജു സാംസണെ 1 ഡൗൺ ഇറക്കാൻ വേണമെങ്കിൽ വേറെ പ്ലെയറെ മാറ്റിയിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയും തീരുമാനമാണ്. പറഞ്ഞിട്ടറിയില്ല. അടുത്ത മൂന്നാമത്തെ T20 എന്താ അവസ്ഥ എന്നറിയില്ല. സഞ്ജു സാംസണ് കളിക്കാൻ അവസരം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണ് ചാൻസ് ഇല്ല. ഇനി കുറച്ച് കളികൾ കഴിഞ്ഞാൽ മാത്രമേ ഇനി സഞ്ജു സാംസൺ ടീമിലേക്ക് എടുക്കാൻ സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ മൂന്നാമത്തെ T20 ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഒരു T20 ജയിക്കാൻ പറ്റില്ല. 4 T20 3 തോറ്റു, 1 മഴ കാരണം ഉപേക്ഷിച്ചു. ഇനി അടുത്ത കളി എനിക്കൊന്ന് ബോളിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ബോളിങ്ങിൽ ഒരു എക്സ്ട്രാ സ്പിന്നറാണ് നമ്മൾ കളിപ്പിച്ചത്. അതിന് പകരം ഒരു ഫാസ്റ്റ് ബോളറെ കൊണ്ടുവന്നാൽ ചിലപ്പം റിസൾട്ട് വേറെ വ്യത്യാസം വരുമായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.